ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ മോനെ കുറേ കിടത്തിയിട്ട് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കിഴങ്ങൊക്കെ കട്ട് ചെയ്ത് അടുപ്പിലൊക്കെ വെച്ചതിന് ശേഷം പിന്നെ സവാളയൊക്കെ അരിഞ്ഞു കേട്ടോ. സവാളയൊക്കെ അരിഞ്ഞ് മിക്സിയിലാണ് അരിയുന്നത്. അപ്പോൾ അത് നല്ല പെട്ടെന്ന് ആവും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. പിന്നെ ബീഫാണ് വാങ്ങിച്ചത്. അപ്പോൾ ബീഫ് വെച്ച് നല്ലപോലെ കഴുകിയൊക്കെ എടുക്കുന്നുണ്ട്, തോത്താനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തു, നല്ല അരച്ച് എടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ അത് സവാള കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ സവാള വഴറ്റിയതിനൊക്കെ ശേഷം പിന്നെ ഞാൻ സമൂസ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് അടുപ്പിലാക്കിയേ. പിന്നെ സവാളയും ക്യാരറ്റൊക്കെ ഇരുന്ന് അത് ഇതുപോലെ ഒന്ന് നല്ലതായിട്ട് ക്രഷ് ചെയ്തെടുത്തു. ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തേ. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെന്ത ഉരുളക്കിഴങ്ങ് എടുത്ത് പിന്നെ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേ. പിന്നെ പുഴുങ്ങിയ മുട്ടയും കൂടെയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ സമൂസ ഒക്കെ ഫില്ലിങ് ചേർത്ത് എടുത്ത് വെക്കുന്നുണ്ട് പെട്ടെന്ന്. അപ്പോൾ സമൂസയൊക്കെ ഓരോന്നോരോന്നായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇറച്ചിക്ക് കടുവറുത്തെടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറച്ചി കുക്കറിലാണ് കേട്ടോ അടിച്ചെടുത്തത്. ഒരു 1/4 ഭാഗം വേവാക്കിയതിന് ശേഷം പിന്നെ വേറൊരു പാത്രത്തിലിട്ട് കടുവറുത്തെടുത്തിട്ടുണ്ട്. അതിലിട്ട് പിന്നെ കിഴങ്ങ് മിക്സാക്കിയതും കൂടെയൊക്കെ ചേർത്ത് അങ്ങനെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒന്ന് തേങ്ങ നന്നായിട്ട് വറുത്തരച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, അരച്ചില്ല വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാളയും കൂടെയൊക്കെ മീതയാക്കി. അപ്പോഴേക്കും ബാങ്ക് കേൾക്കാനൊക്കെ സമയമായപ്പോൾ എല്ലാം എടുത്ത് മേശപ്പുറത്തൊക്കെ ഉണ്ടാക്കി എടുത്ത് വെച്ചു. അപ്പോൾ ബാങ്കൊക്കെ കേട്ട് എല്ലാവരും നോമ്പ് കുറിക്കുന്നുണ്ട്. പിന്നെ അതിനൊക്കെ ശേഷം നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് അപ്പോഴേക്കും എൻ്റെ പൊടിമോൻ ഉണർന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.